കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഭരണകക്ഷി MLA ആയിട്ടുള്ള PV അൻവർ കേരള പോലീസ് തന്നെ ഒരു വലിയ രീതിയിലുള്ള കള്ളക്കടത്ത് ശൃംഖല സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു വലിയ മാഫിയ സംഘമായി രൂപപ്പെട്ടുവെന്നും അവരുടെ കീഴിൽ വലിയ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുവെന്നും സ്വർണം കള്ളക്കടത്ത് നടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിക്കുന്നതിലാണ് ആദ്യം ചെയ്തതെങ്കിൽ പിന്നീട് വിദേശത്ത് നിന്നും അതായത് ഗൾഫിൽ നിന്നൊക്കെ ഗോൾഡ് മേടിക്കുന്ന ആളുകളുടെ പുറകെ എത്തുന്നൊരു സംഘം തന്നെ ഉണ്ടായിരുന്നുവെന്നും ആ സംഘം കൃത്യമായി ഇവിടെ ഇൻഫർമേഷൻ കൊടുക്കുകയും അങ്ങനെ ഏതാണ്ട് 100 കോടിയിൽ പരം വരുന്ന ഗോൾഡ് മലപ്പുറം ജില്ലയിൽ തന്നെ SP ആയിരുന്ന സുജിത് ദാസ് പിടിക്കുകയും അത് വീതം വെച്ചെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം, ഒരു വലിയ ആരോപണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് കൂടാതെയാണ് ഈ പറയുന്ന CPM-നൊക്കെ ബന്ധമുള്ള പല ആളുകളും ഈ മറ്റുള്ള ആളുകൾ കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിച്ചെടുക്കുകയാണ് എന്ന് പറയുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ PV അൻവറിൻ്റെ പുറകിൽ ആരാണ് എന്ന് പറയുന്ന ചോദ്യമൊക്കെ തന്നെ വരുന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വീഡിയോയിൽ പറഞ്ഞത് അതിൻ്റെ പുറകിൽ അബുദാബി മാഫിയാണ് അല്ലെങ്കിൽ ദുബായ് മാഫിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കൊന്ന് പരിശോധിക്കാം ഇത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ കുറച്ച് ഞാൻ നിങ്ങളോട് ചില ഫാക്ട്സും ഫിഗേഴ്സും യാഥാർത്ഥ്യവും ഒക്കെ പറയും, കുറച്ച് കഥകളും കൂടി പറഞ്ഞേക്കാം. ആ കഥകളിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില സാമ്യങ്ങളൊക്കെ തോന്നിയാൽ അത് വെറും യാദൃശ്ചികം മാത്രമാണ് എന്ന് ഞാൻ പറയട്ടെ. ഞാൻ കഥ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ വരുന്ന ഗോൾഡ് എന്ന് പറയുന്നത് ഒരു കൊല്ലം അവിടെ വിപണനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യപ്പെടുന്ന ഗോൾഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 200-280 ടൺ ഗോൾഡാണ്. അതായത് ഇന്ത്യയിൽ ഏതാണ്ട് 750-800 ടൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഭാഗവും കേരളത്തിൽ തന്നെയാണ്. ഇന്ത്യ തന്നെ ലോകത്തുള്ള ഗോൾഡ് മാർക്കറ്റുകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മാർക്കറ്റാണ്. 27-30% ഗോൾഡ് ലോകത്ത് ഉണ്ടാക്കുന്നതിൽ അത് കൺസ്യൂം ചെയ്യുന്നവർ നമ്മളേതാണ്. ഇനി നമ്മൾ കള്ളക്കടത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും കാര്യത്തിലേക്ക് വന്നാൽ 3 സ്റ്റേറ്റുകളിലാണ് ഏതാണ്ട് ഇന്ത്യയിൽ നടക്കുന്ന കള്ളക്കടത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ 60% നടക്കുന്നത്. അതൊന്ന് മഹാരാഷ്ട്രയാണെങ്കിൽ, രണ്ടാമത്തേത് കേരളമാണ്, മൂന്നാമത്തേത് തമിഴ്നാടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളമാണ് ഈ പറയുന്ന ഒരു പെർ ക്യാപിറ്റ കൺസംഷൻ, അതായത് ഒരു ശരാശരി ഉപഭോഗം ഏറ്റവും കൂടുതൽ ഗോൾഡിൻ്റെ കാര്യത്തിലുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് 9ഓളം വരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും, കാരണം കേന്ദ്ര ഗവൺമെൻറ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാധ്യത നിലനിൽക്കുന്ന സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്ട് ഇപ്പോൾ ഒരു 600 കോടിയാണ് 1 ടൺ ഗോൾഡിന് വേണ്ടി വരുന്ന വില എന്ന് പറയുന്നത്. അത് തന്നെ ഞാനൊരു ആവറേജ് ഇട്ട് കണക്കൂട്ടിയതാണ്. അതായത് പെർ ഗ്രാമിന് 6680 രൂപ വരും. പക്ഷേ അത് നമ്മളൊരു 6000 കണക്കൂട്ടാനുള്ള സൗകര്യത്തിനെടുത്താൽ 600 കോടി രൂപയാണ് 1 ടൺ ഗോൾഡിൻ്റെ വിലയെങ്കിൽ ഏതാണ്ട് 250 ടൺ ഗോൾഡ് എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ഏതാണ്ട് കേരളത്തിൽ നടക്കുന്നത്. ഇത് കൃത്യമായി കണക്കുകളിലൂടെ വന്നു പോകുന്ന കാര്യമാണ്. ഇത് കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കില്ലാതെ പോകുന്ന ഏതാണ്ട് ഇതിൻ്റെ ഒരു 50% കൂടി കൂടുതൽ നടക്കുന്നുണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായിട്ടുള്ള MP മുഹമ്മദ് തന്നെ, MP അഹമ്മദ് തന്നെ, സാറ് തന്നെ ഒരു തവണ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഏതാണ്ട് ടാക്സ് ചെയ്യപ്പെടുന്ന ഗോൾഡിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് വെറും 50,000 കോടി രൂപയുടേതാണെന്നും യഥാർത്ഥത്തിൽ ഇവിടെ ആ സമയത്ത് ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ ഗോൾഡിൻ്റെ ട്രേഡ് നടക്കുന്നുണ്ട് എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്കുകളെക്കാളൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഒരു 50,000 അല്ലെങ്കിൽ കൂടി വന്നാൽ ഇപ്പോൾ ഈ 2-3 കൊല്ലങ്ങൾ കൊണ്ട് ചിലപ്പോൾ 75,000 കോടി രൂപയുടെ ഗോൾഡ് ആയിരിക്കും യഥാർത്ഥത്തിൽ കണക്ക് പ്രകാരമുള്ള ഡീലിങ്ങൾ നടക്കുന്നതെങ്കിൽ ഏതാണ്ട് അത്രയും തന്നെ 75,000 അല്ലെങ്കിൽ 1 ലക്ഷം കോടി രൂപയുടെ ഗോൾഡ് തന്നെ വേണമെങ്കിൽ ഇവിടെ കണക്കില്ലാത്ത ഗോൾഡുകൾ കൂടി ഈ കേരളത്തിൽ വിപണനം ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ക്രയവിക്രയം ചെയ്യപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു കൊല്ലത്തെ റവന്യൂ എന്ന് പറയുന്നത് തന്നെ 1,35,000 കോടി രൂപയാണ്. ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗോൾഡിൻ്റെ സ്മഗ്ലിങ്ങിനും അതിൻ്റെയൊക്കെ ട്രേഡിങ്ങിനുമുള്ള വലിയ സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് വലിയ തോതിൽ ഗോൾഡ് മർച്ചൻ്റ് നടത്തുന്ന വലിയ തോതിൽ അന്റർനാഷണൽ ഗോൾഡ് ട്രേഡിങ് നടക്കുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് പിടികൂടിയിട്ടുള്ളത് എന്നൊക്കെ ലൂസിഫറിൽ കാണിക്കുന്നുണ്ട്. അതുപോലൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു കഥ മാത്രമാണ്, ഇത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല.
ഏതെങ്കിലും തരത്തിലുള്ള സാമ്യമൊക്കെ തോന്നുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും യാദൃശ്ചികം മാത്രമാണ് എന്ന് ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ. ഇതിൽ ഇപ്പം നമ്മുടെ ഒരു ഭരണകൂടം കേരള സംസ്ഥാനത്തേക്ക് നിലവിൽ എത്തുന്നു. ആ ഭരണകൂടത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുതിർന്നയാൾ അറിഞ്ഞുകൊണ്ടാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. അതിൻ്റെ താഴേക്കിടയിലുള്ള ആളുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോ ഇതിനകത്തൊരു വലിയ വ്യവസായത്തിൻ്റെ ഒരു സാധ്യതകൾ കണ്ടെത്തുന്നു. ആ സാധ്യതകൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരികയും അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുകയും പിന്നീട് വിപണനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു 75,000 കോടി രൂപയോ 1,00,000 കോടി രൂപയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ ബിസിനസ്സാണ് ഇതെന്ന് പറയുന്ന യാഥാർത്ഥ്യം കണ്ടെത്തുന്നു. ആ യാഥാർത്ഥ്യം കണ്ടെത്തിയിട്ടുള്ള കുറേ ആളുകൾ കൂടി ചേർന്ന് ഈ മേഖലയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ മേഖല മൊത്തം തന്നെ കൈയടക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തലുകളടക്കമുള്ള വിവിധ സാധ്യതകളെക്കുറിച്ച് അവർ പരിശോധിക്കുന്നു. അത്തരത്തിലുള്ള സാധ്യതകൾ കണ്ടെത്തുകയും അതുവഴി പലപ്പോഴും കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഏതാണ്ട് 75,000 കോടി രൂപ വരുന്ന ഗോൾഡിൻ്റെ വിപണനത്തിനുള്ള സാധ്യതകൾ കണ്ടെത്തുകയും അത് നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഥ. അങ്ങനെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ്? നേരത്തെ ഈ മേഖലകളിൽ വലിയ പ്രാമുഖ്യമുണ്ടായിരുന്ന വൻതോതിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ബിസിനസ്സുകളെല്ലാം തന്നെ നഷ്ടപ്പെടുകയും അവരാരെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എയർപോർട്ടുകൾ വഴി ഒരു കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പിടിക്കപ്പെടുകയും രഹസ്യമായി ഫോൺ ചോർത്തലുകളിലൂടെയൊക്കെ തന്നെ പിടിക്കപ്പെടുകയും ഏറ്റവും ഒടുവിൽ അവർക്കത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ്സിന് വലിയ തോതിലുള്ള ഭീഷണിയായി ഇത്തരത്തിലുള്ള ആളുകൾ മാറുന്നു. അപ്പോൾ ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയൊരു പടയൊരുക്കം നടത്തിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരുമ്പോൾ അവർ പ്രതിപക്ഷത്തെ കൊണ്ടിത് പറയിപ്പിക്കാൻ ശ്രമിക്കുമോ എന്നറിയുമ്പോഴാണ് അവിടെ സാധ്യതകൾ കുറവാണെന്നും അതിലുള്ള കുറേ ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമാണെന്നും അല്ലെങ്കിൽ അവർക്ക് ഇതിനെയൊന്നും അട്ടിമറിക്കാനോ മറിച്ചിടാനുള്ള കരുത്തില്ല എന്നും അറിഞ്ഞുകൊണ്ട് അവർ ഭരണപക്ഷത്ത് നിന്ന് തന്നെയുള്ള ഏതാനും ചില ആളുകളെ തന്നെ പിടിക്കുന്നു. അതിൽ ചില സ്വതന്ത്ര ആളുകളെയും പിടിക്കുന്നു, മറ്റു ചില ആളുകളെയും ഒക്കെ പിടിക്കുന്നു. അവരെ കൊണ്ട് ഇവരുടെ കൃത്യമായ സ്ക്രിപ്റ്റിൽ എഴുതി കൊടുത്തിട്ടുള്ള നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശൃംഖലക്കുള്ളിൽ നിന്നിരുന്ന വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ കയ്യാളായിട്ട് നിന്ന ആളുകളുടെയൊക്കെ തലക്കടിയേറ്റ രീതിയിൽ ഗവൺമെൻറ്റിന് ഈ ഭരണകൂടത്തിന് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അവർ പതുക്കെ അശക്തരാകാൻ തുടങ്ങുകയും ഇവർക്ക് ആ ബിസിനസ് തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വൻ സാമ്പത്തിക ശക്തി, അതായത് വർഷങ്ങളോളമായി ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ബിസിനസ്സുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന വിദേശ രാജ്യങ്ങളുടെ വലിയ ശക്തികൾ ഈ തോതിലുള്ള ഒരു കളിക്ക് തയ്യാറാകുന്നു. ആ കളിയുടെ പരിണാമം എന്തായിരിക്കും എന്നുള്ളത്, ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വലിയ മാഫിയ സംഘം അല്ലെങ്കിൽ രണ്ട് തരത്തിലുമുള്ള മാഫിയ സംഘം, ഒരെണ്ണം ഇവരുടെ ബിസിനസ്സിലേക്ക് കടന്നു കയറി വലിയ കുത്തക സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ സഹായത്തോടു കൂടി തന്നെ ആ മേഖല മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു സമരവും ആയുധവുമായി ഇവർ ചില ആളുകളെ കണ്ടെത്തുകയും അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിരവധി ഡാറ്റകളും ഇൻഫർമേഷൻസും ഇവർക്ക് കൊടുക്കുകയും അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഈ പറഞ്ഞ രണ്ടാം ഭാഗം, വസ്തുതകൾക്ക് ശേഷം പറഞ്ഞ ഭാഗം നിങ്ങൾ കഥയായിട്ട് എടുത്താൽ മതി. ആ കഥക്കപ്പുറമുള്ള യാഥാർത്ഥ്യമാണ് ഇതെന്ന് പറയാൻ എനിക്ക് കഴിയില്ല, കാരണം ഇതൊരു കഥ മാത്രമാണ്. ആ കഥയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലുമുള്ള ഒരു മോറൽ, ഒരു സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് രാഷ്ട്രീയക്കാർ വിൽക്കുന്ന ഏറ്റവും വലിയ കള്ളമെന്ന് പറയുന്നത് യുദ്ധമെന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലാണെന്നാണ്. യഥാർത്ഥത്തിലുള്ള യുദ്ധമെന്ന് പറയുന്നത് ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഏതാണ്ട് 1,35,000 കോടിയോളം വരുന്ന കേരളത്തിൻ്റെ റവന്യൂവിനോട് കിടപിടിക്കാവുന്ന ഒരു വലിയ ബിസിനസ് മേഖല പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന യുദ്ധവും അതിലെ ചില ആയുധങ്ങളുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇനി വരുന്ന എപ്പിസോഡുകളിലും കാണാനുണ്ടാവുക. ക്ലൈമാക്സുകൾക്കായി നമ്മൾക്ക് കാത്തിരിക്കാം. നല്ലൊരു കഥയും നല്ലൊരു ക്ലൈമാക്സുമായിരിക്കും, ഒരു ത്രില്ലിംഗ് എപ്പിസോഡായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.